ഞാൻ റീസെന്റ് ഫ്രണ്ട്സായിട്ടൊരു കഫേ പോയായിരുന്നു. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കഫേ ചൂസ് ചെയ്തത് കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യാം, കൂടെ നല്ലൊരു ഫുഡും കഴിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഫുഡൊക്കെ നന്നായിരുന്നു, പക്ഷെ നമുക്ക് ഒരു കൂടുതൽ സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തില്ല. ഒരു വിചാരിച്ചൊരു ആംബിയൻസ് കിട്ടിയില്ല. അപ്പോൾ ആസ് എ ഡിസൈനർ എന്നുള്ള രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്? ഓക്കെ മനസ്സിലായി. ഫ്രണ്ട്സായിട്ട് നല്ലൊരു സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചിട്ട് അത് ആ സ്പേസ് നല്ലതല്ലാത്തതുകൊണ്ട് മൊത്തത്തിലേക്ക് റൂയിൻ ആയിപ്പോയി അല്ലേ. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാര്യം. അതായത് നമ്മൾ ഒരു കഫേ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഭക്ഷണം നല്ലതാണെങ്കിലും നമുക്ക് ആ ഒരു ആംബിയൻസ് അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഹോൾ സിറ്റുവേഷൻ അങ്ങ് റൂയിനായി പോകും. അപ്പോൾ പ്രധാനമായിട്ട് ഒരു ഡിസൈനറുടെ പെർസ്പെക്റ്റീവ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് അവിടുത്തെ ലൈറ്റിംഗ്. ഓഫ് കോഴ്സ് അത് വല്ലാണ്ട് ടു ബ്രൈറ്റ് വൈറ്റ് ലൈറ്റ് കൊടുക്കില്ല നമ്മൾ, അതുപോലെ തന്നെ ടു ഡിം ആയിട്ടും കൊടുക്കില്ല. അപ്പോൾ ആ ഒരു ലെവൽ അതിന് കീപ്പ് ചെയ്യും, ഒരു മോഡറേറ്റ് ലെവൽ അത് കീപ്പ് ചെയ്യും. എപ്പോഴും ഒരു വാം ഫീൽ കൊടുത്തിട്ട് ആ ഒരു റിലാക്സിങ് മോർ ദാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിലാക്സിങ് മൈൻഡാണ് നമ്മളിപ്പോൾ ലൈറ്റിങ്ങിൽ കൺസിഡർ ചെയ്യാറ്. പിന്നെ നമുക്ക് ഇതിൽ തന്നെ സീറ്റിങ് കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും ഒരു സ്കുഷൻ ടൈപ്പ് സീറ്റിംഗ് നമ്മൾ പ്രിഫർ ചെയ്യാം. ഇപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ഈ പ്ലാസ്റ്റിക് ചെയേഴ്സ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽസിന് പകരം നമ്മൾ കുറച്ച് കുഷ്യനൊക്കെ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് സോഫാസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ കോർണർ ഏരിയാസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ലോ സോഫാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അവിടെ ആൾക്കാർക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ അവർക്ക് അവർ ഇൻട്രാക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് സ്പേസ് ഒക്കെ നമുക്ക് അവിടെ കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റിയതാണ് ഇപ്പോൾ ചെറിയ പ്ലാന്റ്സ്, അതുപോലെ തന്നെ ചെറിയ വുഡൻ ആർട്ട് വർക്ക്സ്, അതുപോലെ നാച്ചുറൽ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ആർട്ട് വർക്ക്സോ അല്ലെങ്കിൽ വല്ല കുറച്ച് ഫോട്ടോഗ്രാഫ്സോ ഇതിൻ്റെയൊക്കെ ഒരു എലമെൻറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും നമുക്ക് ഇതേപോലെ നല്ലൊരു ഗുഡ് മൂഡ് അല്ലെങ്കിൽ ഗുഡ് ഫീൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് സൗണ്ട് എന്ന് പറഞ്ഞത്. നമ്മളെപ്പോഴും റിലാക്സ് ചെയ്യാൻ ചൂസ് ചെയ്യുന്നതും നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനും ചൂസ് ചെയ്യുന്ന സ്പേസാണ് എന്ത് കഫേ. അപ്പോൾ അവിടെ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കില്ല കൂടുതൽ നോയ്സിയോ എന്നാൽ എക്കോയിങ്ങോ അതൊന്നും നമ്മൾ ഇഷ്ടപ്പെടില്ല. അപ്പോൾ എപ്പോഴും ഒരു കുറച്ച് കർട്ടൻസും കുറച്ച് സോഫാസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്തായിരിക്കും ഒരു സോഫ്റ്റ് ആൻഡ് ക്വയറ്റ് ഫീൽ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ കഫേയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാന കാര്യങ്ങൾ എന്ന് പറയാനുള്ളത്.